അതെ, പാപികളെ തേടി വന്ന രക്ഷകൻ. അതെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് കൽപ്പിച്ചവൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞവൻ. അതെ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, രാജാതി രാജാവ്, കർത്താതി കർത്തൻ, മഹാരാജാവ്. ആ മഹാരാജാവാണ് ഈ ലോകത്തിന്റെ സകല സൃഷ്ടികർമ്മങ്ങളും നടത്തിയ ആ ദൈവം തന്നെയാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് നമ്മളെ മാനിക്കുന്നതിന് വേണ്ടി പാപികളായ മനുഷ്യനെ തേടി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പാപികളെ തേടി വന്നത് ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലെ ജനങ്ങളെ രക്ഷിക്കാനല്ല. അവൻ സർവത്തിനു മീതെ ദൈവമായവനാണ്. അവനാണ് ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തിലുള്ള സകലത്തെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചവൻ. അവനാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ സകലവും സൃഷ്ടികർമ്മം നടത്തിയതിന് ശേഷം മാത്രമാണ് അവൻ പൊടി കൊണ്ടൊരു മനുഷ്യനെ നിർമ്മിച്ചത്. ആ പൊടി കൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ മൂർധാവിലേക്ക് ദൈവം ഊതിയപ്പോൾ ആ പൊടി കൊണ്ടുള്ള മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. ആ മനുഷ്യന് തക്ക തുണയെ കൊടുത്ത ദൈവം, ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തത് ദൈവമാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം മാനവ കുലത്തിന്റെ പാപപരിഹാരകനായി ലോകത്തിലേക്ക് വന്നത് അതെ പാപികളായ നമ്മളെ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് നമ്മളെ മാനിക്കുന്നതിന് വേണ്ടി പാപം ചെയ്യാത്ത ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യന് വേണ്ടി സകലതും ഉളവാക്കിയ ദൈവം, ആ ദൈവം തന്നെയാണ് ഒരു പാപിയായ നമ്മളെ തേടി. അതെ, ഒരു പാപിയല്ല, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും. എന്ത് വെച്ചാൽ 500 കോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ ഈ 500 കോടി ജനങ്ങളും പാപികളാണ്. പാപമില്ലാത്ത മനുഷ്യനായി ഈ ലോകത്തിൽ ആരുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ പാപികളായിട്ടാണ്. കാരണം നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവം ആദ്യം സൃഷ്ടിച്ച അതെ ആദവും ഹവ്വയും, അങ്ങനെ ഒരാണിനെയും ഒരു പെണ്ണിനെയും മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം ഈ ലോകത്തിൽ ജാതി മതങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. മതങ്ങളെയല്ല, മനുഷ്യരെയാണ് സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ദൈവം പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയായ മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് കാൽവരി മലമുകളിലേക്ക് യാത്രയായി. അതെ, അവൻ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗമായവൻ തന്നെയാണ് ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും വിളിച്ചാൽ വിളി കേൾക്കുന്ന ജീവനുള്ള ഒരു ദൈവമേ ഉള്ളുവെന്നും അവനാണ് ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതെന്നും ആ ദൈവത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള ഈ സത്യസന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും പറയുവാൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ രാജാതി രാജാവായ കർത്താതി കർത്താവായ സർവവ്യാപിയായ സർവശക്തനായ ദൈവത്തിന്റെ ഓർഡറാണ്, നിങ്ങൾ പുറപ്പെട്ടു പോവുക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം ലോകത്തെ ജയിച്ചവരായി ഇന്നും ശേഷിക്കുമ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ച ദൈവം, അതെ ആ ദൈവം തന്നെയാണ് നമ്മളോട് പോയി എല്ലാവരോടും ഈ സത്യം പറയണമെന്നും വിശ്വസിക്കുന്നവർ അതെ
യേശു ക്രിസ്തു ദൈവമാണെന്നും അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുമുള്ള ഈ രക്ഷാ സന്ദേശം ഈ ദേശത്തോട് പറയുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അതെ, മരിച്ചിട്ട് എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ട് മൂന്നിന്റെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമായി അവശേഷിക്കുന്നു. അവൻ കൊല്ലങ്ങളെപ്പോഴും രണ്ടായി വിഭജിച്ചു. അതെ, ക്രിസ്തുവിന് മുമ്പെന്ന് ക്രിസ്തുവിന് ശേഷമെന്നും ചരിത്രത്തിൽ ഇത്രമാത്രം പ്രസിദ്ധിയാർജിച്ച, ലോകത്തിന്റെ അറ്റത്തോളം പോയി സകലരോടും ഈ സത്യം പറയണമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് എത്രയോ കാലങ്ങളായി ഭൂമിയിൽ സകലയിടത്തും ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സകല ദേശവാസികളോടും അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അറിഞ്ഞ സത്യം നിങ്ങൾ ലോകത്തോട് പറയണമെന്ന് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അതിൻ പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് ഈ ദേശവാസികളോട് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇവിടെ ആയിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവന്റെ സൃഷ്ടിക്ക് തന്നെ അതിശയകരമായ ഒരു സൃഷ്ടി കർമ്മമാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഒരു പ്രത്യേക ജനനത്തിലൂടെയാണ്. അത് കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവൽ, അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞതിന് പ്രകാരം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പാപികളായ നമുക്ക് വേണ്ടി ജാതനായി. അവൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സകല മാനവ കുലത്തിനും മാതൃകയായി അത്ഭുതങ്ങൾ ചെയ്തവനാണ്, അടയാളങ്ങൾ ചെയ്തവനാണ്. അവൻ ദൈവമാണ് എന്ന് സ്ഥിരീകരിപ്പാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്. കണ്ണു കാണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തവരാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ്. ബാക്കി വന്ന കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയതിന് പ്രകാരം അവൻ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. അവൻ എത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്താണ് മനുഷ്യനെ ഞാനാണ് ദൈവമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി. അത് എത്രമാത്രം രോഗസൗഖ്യങ്ങളാണ് അവൻ നൽകിയത്. നടക്കാൻ വയ്യാത്തവരെ സൗഖ്യമുള്ളവരാക്കി തീർത്തു. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. കണ്ണു കാണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ബാക്കി വന്ന കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചവരെ 3 പേരെ ഉയർപ്പിച്ചതായി വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രമാത്രം അത്ഭുതങ്ങളെ ചെയ്തവൻ അവനാണ് ഈ ലോകത്തിലെ സൃഷ്ടികർത്താവെന്നും അവനാണ് ഈ ലോകത്തിന്റെ രക്ഷാകരണ പദ്ധതിക്കായി ഈ ലോകത്തിലേക്ക് വന്നവനെന്നും മാനവകുലത്തിന് ബോധ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി അവൻ സകലവും പ്രവർത്തിച്ചു. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി അവൻ കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. അതോടുകൂടി അവസാനിച്ച ഒരു യേശുവിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഈ വഴിക്കവലയിൽ നിന്ന് ഈ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയില്ല. കാരണം അവൻ മരിച്ചിട്ട് 3 ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതെ, ഇന്ന് 2026, ഇന്ന് ഏപ്രിൽ 8, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം മാനവകുലത്തിന്റെ പാപമോചകനായി ഈ ലോകത്തേക്ക് വന്നവൻ അവനാണ് യേശു ക്രിസ്തു. അവന്റെ കല്ലറ, എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. കൊല്ലങ്ങളെ 2ആയി വിഭജിച്ചവനാണ്. ക്രിസ്തു വർഷം ഇന്ന് 2026 ഏപ്രിൽ 8. അതെ, ക്രിസ്തുവിന്റെ നാമം എത്രയോ മഹോന്നതമായ നാമമാണ്, എത്രയോ ശ്രേഷ്ഠമായ നാമമാണ്. ആ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ഈ പള്ളത്ത ദേശത്ത് മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവനും അധിപതിയായ ദൈവം. അതെ, ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചാലും
അമേരിക്കയിൽ ഇരുന്ന് വിളിച്ചാലും ഈ പള്ളിത്താങ്കുളങ്ങരയിൽ നിന്ന് വിളിച്ചാലും ഒരേ സമയം എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കാവൻ അറിയുന്ന, വിളി കേൾക്കുന്ന ഒരു ദൈവം. അതുവനാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അതെ, നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരുത്തനേ ഉള്ളൂ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ ദൈവം. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ, ഓരോ ദിവസത്തെയും പത്രം എടുത്തു നോക്കിയാൽ ആ പത്രത്തിൽ എത്രയോ കഥകൾ നമുക്ക് വായിക്കാം. എത്രയോ അമ്മമാർ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് കൊന്നുകളയുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നു. എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ കരുതുന്ന ദൈവമാണ്. ആ ദൈവം മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട ഒരേ ഒരു നാമം ആ ദൈവത്തിന്റെ നാമമാണ്. ആ നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. ആ യേശു ക്രിസ്തുവിന്റെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ. അതെ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന അതേ ആ ദൈവത്തെ നിങ്ങൾ ആരും അവഗണിക്കരുത്. അവനിലൂടെ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ. ഇന്നലെ എത്ര ദൂരെയാണെന്ന് പറഞ്ഞാലും അവൻ നമ്മളെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സമീപസ്ഥനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ആ ദൈവമാണ് നമ്മൾക്ക് സമാശ്വാസം തരുവാൻ മതിയായവൻ. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും ലജ്ജിതനായി തീരുകയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞവൻ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ഇന്നലെ കണ്ട എത്രയോ ഉന്നതന്മാർ, എത്രയോ വലിയ വലിയ നേതാക്കന്മാർ ഈ ലോകത്തിൽ നിന്നും ഇന്നലെ അല്ലെങ്കിൽ ഇന്നായിട്ട് മാറ്റപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മളും വന്ന് പാർക്കുന്നവരും പരദേശികളുമാണ്. ഇന്ന് കണ്ട എത്രയോ ആളുകളെ നാളെ ഈ ലോകത്തിൽ കാണില്ല. കാരണം നമ്മളുടെ ആരുടെ ആഗ്രഹപ്രകാരമല്ല നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നതും നമ്മൾ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതും. എന്നാൽ നമ്മൾ ഇവിടത്തുകാരല്ല എന്നുള്ള അസത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് കണ്ട് കാലത്ത് കണ്ട് വൈകുന്നേരം വാടിപ്പോകുന്ന പൂവിന് തുല്യമാണ് മനുഷ്യന്റെ ജീവിതം. അതെ, ആ മനുഷ്യൻ വെറും പുഴുവായ മനുഷ്യൻ. അവന്റെ അഹങ്കാരം കണ്ടാൽ അവൻ ഈ ലോകത്ത് മുഴുവൻ അവന്റെ കയ്യിലാണെന്ന് തോന്നും. അഹങ്കരിക്കുന്ന മനുഷ്യരെ ദൈവം കൃപ ചെയ്തില്ലെങ്കിൽ ആർക്ക് നിനക്ക് കൃപ ചെയ്യും? ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ ആര് നിന്നോട് കരുണ കാണിക്കും? കരുണ കാണിക്കാൻ മതിയായ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം, നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്ന ദൈവം, ഒരു പൈസയും ചെലവില്ലാതെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാൻ യേശുവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു യാഗവും വേണ്ട, ഒരു കർമ്മക്രിയയും വേണ്ട. യേശുവേ എന്ന് അതിരം തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ള ഈ സത്യ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ മഹാരാജാവിന്റെ ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ആ മഹാരാജാവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. നിങ്ങളുടെ കർമ്മഫലമോ നിങ്ങളുടെ ഒരു ഫലവും കൊണ്ടല്ല നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി യേശുവേ രക്ഷക, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന, വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിവുള്ള ഒരു ദൈവം. ആ ഒരു ദൈവമാണ് ആകാശവും ഭൂമി സൃഷ്ടിച്ചവൻ. അവനാണ് മനുഷ്യനെ ഭൂമിയിലാക്കിയവൻ. അവനാണ് നമുക്ക് വേണ്ടി പാപപരിഹാരകനായി വന്നവൻ. ആ ദൈവത്തിൽ ആശ്രയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അതെ, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാവായി വീണ്ടും വരും. അവനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ സ്വീകരിക്കുവാൻ, നിങ്ങളും ആ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ, നിങ്ങളും ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമേ എന്ന് ഒരേ ഒരു പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ.
കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം അടിയങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. പിതാവേ, ഈ ദേശവാസികളോട് ജീവനുള്ള ദൈവത്തെ കുറിച്ച് പറയുവാൻ അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ കേട്ടവരെല്ലാവരും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം അവരോട് നീ സംസാരിക്കണമേ. അതേ പിതാവേ, ഈ നാശത്തിന്റെ വഴിയിലൂടെയല്ല ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഈ ദേശത്തില് മനുഷ്യരോട് നീ ഇടപെടണമേ. മദ്യപാനികളായ ആരെങ്കിലും ഞങ്ങളുടെ വചനം കേട്ടെങ്കിൽ അവരെ ആ മദ്യപാനാസക്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ. നല്ല മനുഷ്യരായി കുടുംബത്തെ സ്നേഹിക്കുന്ന, മക്കൾക്ക് വേണ്ടി കരുതുന്ന, ഭാര്യയെ തല്ലാത്ത നല്ലൊരു ഭർത്താവായി ജീവിപ്പാൻ. അതെ, ഇന്നത്തെ യുവതലമുറ, നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുന്ന തലമുറ, ആ തലമുറ ഇന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, അവർക്ക് വേണ്ടി കരുതാതെ അവരുടെ പാപ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അപ്പ ഈ വചനം ഈ ദേശത്തെ ജനങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ഞങ്ങളുടെ വചനം കേട്ട നാനാജാതി മതസ്ഥരുണ്ടല്ലോ. വാഹനങ്ങളിൽ ഇരുന്ന് വാഹനം ഓടിക്കുന്നവർ, ഓട്ടോ തൊഴിലാളികൾ, കച്ചവടങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവർ, കാൽനട യാത്രക്കാർ എല്ലാവരും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദേശത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ.